ദേ മമ്മി തലേണി കുറേയൊക്കെ ഇടട്ടെ ബാ, കുറേയൊക്കെ ഇടട്ടെ. ദേ ഇതൊക്കെ മാറ്റി ബാ, കയറിക്കോ കയറിക്കോ കയറിക്കോ. മമ്മി വിരിച്ച് തലേണി കുറേയൊക്കെ ഇട്ടുതരാം. കയറിക്കോ. അവനെ താഴെ കിടക്കുന്ന ഞാൻ ഷീറ്റ് വിരിക്കുന്നുള്ളതുകൊണ്ട് കയറിക്കോ കയറിക്കോ പൊന്നോ, മുകളിൽ കയറിക്കോ. അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ഞാൻ ഷീറ്റ് വിരിക്കുന്നുള്ളതുകൊണ്ട് അവൻ താഴെ കിടന്നതായിട്ടോ. ദേ മമ്മി വിരിച്ചു തരാം. കയറിക്കോ കയറിക്കോ പൊന്നോ. ദേ കയറി അവിടെ ഇരുന്നോ കേട്ടോ, അവിടെ ഇരുന്നോ. ഈ ഷീറ്റൊക്കെ വിരിക്കുന്ന തന്നെ ഭയങ്കര. അപ്പോൾ ഇതുപോലത്തുള്ള റൗണ്ട് ഫില്ലയുടെ കവറ് നമുക്ക് 3 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ മാറ്റി കഴുകാൻ പോകുന്നു. ഇതിപ്പോൾ ഇടുന്നു. ഇതുപോലെ 3 തയ്ച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇപ്പോൾ ചിലവരൊക്കെ ഓർക്കും ഇതെന്തോന്നോ ഈ കട്ടിലെ ഒരേ കവറാണോ എന്ന്. അല്ല കേട്ടോ, ഇത് കണ്ടോ ഇത് ഞാനിപ്പോൾ മാറ്റിയ കവറ്, ഇതിപ്പോൾ ഇടുന്ന കവർ. അപ്പോൾ ഇതുപോലെ ഞാൻ 3-4 കവറ് ഇതേ കളറിൽ ഇതേ തുണിയിൽ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതാണ്. അപ്പോൾ അതേ തലേണി വേറെ മാറ്റിയപ്പോൾ അവൻ വന്ന് കിടക്കുന്നു കേട്ടോ. എല്ലാം പാവം. അവനോട് ഞാൻ പറഞ്ഞൊന്നു ഷീറ്റ് മാറ്റിട്ടേ മോൻ താഴെ കിടന്നോ എന്ന് പറഞ്ഞു കേട്ടോ. ഓടി വന്ന് കിടന്നു. അവന് കട്ടിലിൽ കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ. പിന്നെ ഇപ്പം ചൂടായതുകൊണ്ട് കുറച്ച് നേരമൊക്കെ തറയിൽ കിടക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക, നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തലകണി കുറേ ഇട്ടു മമ്മ ഇത് കഴുകാൻ. ഭയങ്കര വെയിൽ. ഇതൊക്കെ കൊണ്ടൊന്ന് വിരിക്കണമെങ്കിൽ തന്നെ ഒത്തിരി പാടാണ് കേട്ടോ. കുടയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഭയങ്കര പൊരിഞ്ഞ വെയിൽ കേട്ടോ. ഷീറ്റൊക്കെ വിരിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് ഇത് ഇരിക്കുള്ളൂ. പിന്നെ നമ്മുടെ സ്കൂവി പുത്രനും നമ്മുടെ മൂത്ത പുത്രനും അവൻ്റെ ചേട്ടനും കൂടെ വന്നിട്ട് ഇത് നശിപ്പിക്കും. നമ്മുടെ ഒരു ഷീറ്റൊന്നും ഒരു ദിവസത്തിൽ കൂടുതൽ വിരിക്കാൻ പറ്റത്തില്ല. മോനുള്ളതുകൊണ്ടും നമുക്കത് മാറ്റണം. ഇന്നലെ മാറ്റാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞായറാഴ്ചയിൽ ഇരുന്ന് മാറ്റിയിട്ടൊന്നും ഒരു ഉപകാരവും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അത് ഇന്നത്തേക്ക് മാറ്റിയതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ മോൻ കിടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എന്നൊന്ന് പറഞ്ഞ പൊന്നോ. ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. കിടന്നും കൊണ്ടാ കേട്ടോ. ഒന്നും കൂടെ കൊടുത്തേ. എല്ലാവർക്കും ഹായ്, ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് കൊടുത്ത് പൊന്നോ. ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. കൈ കൊണ്ട് കൊടുത്തേ. സ്വാഗതം ഒന്ന് കൊടുത്തേ. സ്വാഗതം. ഇങ്ങനെ താടാ, പൊക്കിത്താടാ. എന്നാ പൊക്കിത്താ പൊന്നുവോ. സ്വാഗതം. ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം പറഞ്ഞ് കിടന്ന് ഉറങ്ങിയ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ്. പലക്കൊക്കെയാണ്. പിന്നെ ഇവന് ഫുഡൊക്കെ കൊടുക്കണം. ഇപ്പോൾ ചെറിയ ഇവൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും കാണുക കേട്ടോ. അച്ഛൻ യോഗ ചെയ്യുമ്പോൾ അച്ഛൻ്റെ വാലായിട്ട് വന്നിരിക്കണം. ഇത്രയും നേരം അവിടെ ഇരുന്നോളൂ. യോഗ ചെയ്ത് കഴിയണവർ അവിടെ ഇരുന്നോളൂ. അത് കണ്ടില്ലേ, ഇരിപ്പ് കണ്ടില്ലേ അച്ഛൻ്റെ കൂടെ. ആണ് മോനെ യോഗ ചെയ്തേ, മോനെയും ചെയ്തേ. ഒന്ന് പറ. ഇങ്ങനെ അച്ഛൻ്റെ വാലായിട്ടിരിക്കണം. കണ്ടില്ലേ. കഴിഞ്ഞില്ലേ? കിടന്നുപോയാ അവിടെ? കിടന്നുപോയാ? യോഗയൊക്കെ ചെയ്താ? കിടന്നുപോയാ? പൊന്ന് കിടന്നുപോയാ പൊന്ന? കിടന്നുപോയാ പൊന്ന്? കിടന്നുപോയാ തളർന്നു പോയാ? മുകളിൽ മോർണിംഗ് വാക്കൊക്കെ ചെയ്ത് റോഡിലൊക്കെ പോയി. അച്ഛൻ്റെ കൂടെയുള്ള ഇരിപ്പ് കണ്ട. അച്ഛൻ്റെ വാലാണോ നീ? ഹലോ. അവിടുന്ന് എണീറ്റ് വന്നു. അച്ഛാ ഞാൻ വന്നു അച്ഛാ. ഓച്ചു വന്നല്ലോ എൻ്റെ പൊന്നി. എൻ്റെ പൊന്നി. നമ്മുടെ ചക്കര അച്ഛൻ്റെ വാല് നല്ല ഭംഗിയുണ്ട്. തുടച്ച് നല്ല മോൻ, നല്ല ഗുഡ് ബോയ്. സന്തോഷം വന്ന് തുള്ളുന്ന. തുടച്ചൊക്കെ കൊടുത്ത അച്ഛൻ മുഖമൊക്കെ കഴിയേണ്ട സന്തോഷം കൊണ്ട് തുള്ളുന്നതാണ്. എവിടെയാണ്? മോളിൽ പോവാ. നിൽക്ക്, മോളിൽ പോവാനാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ തുള്ളുന്നത്. മോളിൽ പോവാം. നിൽക്ക് മമ്മി. അപ്പം അടുപ്പത്തല്ലേ, ഒരുവിധം ആക്കിയിട്ട് പോവാം മമ്മി. ഇത് കരിഞ്ഞു പോവും. എവിടെ? മോളിൽ പോവാം. നമുക്ക് കിളിക്കൊക്കെ വെള്ളം കൊടുക്കണ്ടേ? പോവാം. മുകളിലാണ് പിടിച്ചിരിക്കുന്നത് രാവിലെ.
അവർ തട്ടിക്കൊടു ചേട്ടാ. അയ്യോ 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 അയ്യോ, രാവിലെ ബോൾ കളിയാണേ, രാവിലെ ബോൾ കളി. കുറേ നേരമായി ബോളിൽ നോക്കി നിൽക്കുന്ന. പോയാ പിടിച്ചോ. ഒറ്റയ്ക്ക് കളിച്ചോളും. ഇനിയിപ്പോൾ മോൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ നല്ലതായിട്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് കളിച്ചോളും. ആ പോയി. ഓടാതെ പിടിക്കടാ. അവരെ കളിയാണിത്. ഈ അടുക്കളയിലൊക്കെ പോയി എടുത്തോണ്ട് വാ. അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വാ. കൈകൊണ്ടുള്ള തട്ട് കണ്ട് എടുത്തോണ്ട് വാ. അവിടെ താഴെ വീഴല്ലേ, എടുത്തോണ്ട് വാ പോന്. അതിൻ്റെ ഇടയിലൊക്കെ പോയി എടുക്കൂല. ഒരാൾ കഥക് ഇരുന്ന് കൊട്ടുന്ന കേട്ടോ. കാറ്റത്ത് കഥ കടഞ്ഞു പോയി. ഇവ മുകളിൽ വന്നപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പൊന്നു, അയ്യോ എവിടെയാണ് പൊന്നു? വാ. ഓ വാ. കഥക് കാറ്റത്ത് അടഞ്ഞു പോയാ. ഒച്ച എടുക്കുന്നവന് വാതിലിൽ കിടന്ന് തട്ടുന്നു കേട്ടോ. എന്നിട്ട് ഒച്ച എടുക്കുന്ന എന്താ, അവൻ മുകളിലേക്ക് കയറി വന്നു. അപ്പം ഞാൻ മുകളിലേക്ക് വരാം. അപ്പോൾ കഥക് അടഞ്ഞു പോയി. ഇവൻ പേടിച്ചു പോയി. കഥക് കാറ്റത്ത് അടഞ്ഞു പോയേ. അപ്പം ഞങ്ങളവിടെ ഒരു സ്റ്റോപ്പർ വെച്ചിട്ട് പോകുന്നതാണ്. അപ്പം ഡാഡി കഥക് തുറന്നു കൊടുത്തപ്പോൾ സ്റ്റോപ്പർ വെച്ചില്ല. അയ്യോ എൻ്റെ പൊന്ന് പേടിച്ചു പോയാ കഥ കടഞ്ഞപ്പോൾ. പേടിക്കണ്ട, മമ്മിയുണ്ട്. പേടിയാണ് ഭയങ്കരം. ആ കാറ്റത്ത് വാതിലടഞ്ഞപ്പോൾ അവൻ വാതിലിൽ കിടന്ന് കൊട്ടുന്നത് വേണം കേൾക്കാൻ. ഷോ ചെന്ന് കിടക്കുന്നു. പാവം പേടിച്ചു പോയി. ഞാൻ വരുന്നടാന്ന് പറഞ്ഞപ്പോൾ അവൻ നേരെ മുകളിൽ കയറി പോയപ്പോഴത്തേക്കും കാറ്റ് കൊണ്ട് കഥ കടഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ഞാൻ വരുന്നായിരുന്നു. അപ്പോൾ ഇവൻ പേടിച്ചു പോയി. ഇവൻ കിടന്നും തല കൊണ്ട് മുട്ടുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് മുകളിൽ കയറി വരാറില്ല. ഞങ്ങൾ വരണം. ഭയങ്കര പേടിയാണ് കേട്ടോ ഇവന്. അല്ലേ പൊന്നാ? അവനെ പൊന്ന്. മമ്മി എപ്പോഴും നോക്കി നടക്കുന്നേ. മമ്മി വരാമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം മമ്മി വരുമ്പോൾ കയറിയാൽ പോരെ? ശരി ഏട്ടാ. മമ്മി വാതിലെല്ലാം സ്റ്റോപ്പർ വെച്ചിട്ട് പോവാട്ടാ. കാലിൽ ഇച്ചിരി അലർജി വന്നെങ്കിൽ ഇന്നലെ മരുന്ന് പുരട്ടി കൊടുത്തപ്പോൾ അത് കൂടുതലാവുന്നില്ല. ബാ ശരി ഏട്ടാ. ശരി വിളിക്കുന്നായിരുന്നു. അതവിടെ സ്റ്റോപ്പർ അത് വച്ചിട്ട് വരണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ വരണടാ, മമ്മി വരണടാന്ന്. മമ്മി വന്നിട്ട് കയറിയാൽ പോരെ. അപ്പോൾ പെട്ടെന്ന് കയറി അങ്ങോട്ട്. ഇനി അവിടെ എന്താണ്? അവിടെ എന്താ ഇരിക്കുന്നത്? ചൂട്, ഭയങ്കര ചൂട്. ഇന്ന് ഇത്തിരി കുറച്ച് കാറ്റുണ്ട്. മോളുടെ റൂമിൽ പോകാനാണ് ഈ നിൽക്കുന്നത്. പോണോ ചേച്ചിയുടെ റൂമിൽ? ചേച്ചിയുടെ റൂമിൽ പോണോ? മോൻ തുറന്നോ. ഇപ്പം തല കൊണ്ട് മുകളിൽ മുട്ടിയവനല്ലേ? തുറന്നേ തുറക്കട കള്ള. എ സി കിടന്നോ. അച്ഛൻ പോണല്ലേ? എൻ്റെ അടുത്തല്ല, അച്ഛൻ പോറായപ്പോൾ എൻ്റെ അടുത്ത് വരുന്നടാ കള്ളക്കുട്ട. നിനക്ക് നല്ല തട്ടിപ്പറിയാലോ. തട്ടിപ്പ് എന്നത് എന്താ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്? അച്ഛൻ പോകുന്നുള്ളതുകൊണ്ടോ വിഷമമാണ്. തടവാൻ ആരും ഇല്ലല്ലോ. അമ്മയ്ക്ക് എപ്പോഴും തടവിക്കൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ. സ്കൂബ് തുള്ളുന്നുണ്ടോ? പോവാനാണ് ഈ തുള്ളുന്നത്. പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവന്. പുറത്ത് പോകാനാണ് ഈ തുള്ളുന്നത്. പുറത്ത് പോകാൻ തുള്ളുന്നത് വേണ്ട. ഓ എനിക്ക് വയ്യ കള്ളക്കുട്ട. മമ്മി അലക്കുന്ന. ഓടി വാ. ഓ മുന്നിലേ ഇറങ്ങിയവൻ ഓടി വരുന്നു. ടാറ്റ പറ പോകാം നമുക്ക്. പണിയുണ്ട് മമ്മിക്ക്. തുണികളൊക്കെ വിരിക്കണ്ടേ ഇവിടെ അലക്കുന്നു. ടാറ്റ. അപ്പോൾ അതുപോലെ ഇവിടെ അച്ഛനെ കൊണ്ടാക്കാൻ വന്ന് നിൽക്കുന്നു. കഴിഞ്ഞോ? പോവാന്നാ? ഇതിങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല. ഇനിയിപ്പോൾ മറ്റേ പെറ്റുങ്ങൾ വരുമ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ ഒരു നിപ്പുണ്ട്. ബാ മതി ബാ. ഓടിപ്പോക്കോ. പോയി. കേറിക്കോ. കേറിക്കോ. കൊച്ചിന്
ടാറ്റ പറയടാ. ആ ടാറ്റ ടാറ്റ ടാറ്റ. ആ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. ചെറിയൊരു വീഡിയോ എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഫാൻസും ചങ്ക് ഫ്രണ്ട്സൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ ഇതൊരു പതിവ് കാഴ്ചയാണ് കേട്ടോ ചേട്ടനെ കൊണ്ടുവിടുന്നത്. ഇത് അവന് അങ്ങനെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര സങ്കടമാണ്. എൻ്റെ അച്ഛൻ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ മറ്റേ പെറ്റും കൂടെ വരുമ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ കിടന്നിട്ട് ഒരു ചാറ്റ പറച്ചിലും ഒക്കെ ഉണ്ടാവും. ആ പോയി ചേട്ടൻ.